ഹലോ, ഇഷാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയും കാറ്റും തണുപ്പും ഒക്കെയുള്ള ഒരു കാലാവസ്ഥയാണല്ലേ ഇപ്പോൾ. ആ ഒരു കാലാവസ്ഥയിലൂടെയാണ് രാവിലെ ഒന്നും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോഴാണ് കറണ്ട് വന്നത്. വൈകുന്നേരം ആയപ്പോൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്കറിയാലോ, കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ രാമായണ മാസം എന്നാണ് അറിയപ്പെടുക അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈന്ദവ വീടുകളിൽ രാമായണ പാരായണം ചെയ്യുന്നതൊക്കെ കർക്കിടക മാസത്തിലാണ്. ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ. എനിക്ക് സന്ധ്യാസമയമായി കഴിഞ്ഞാൽ ഒരു ഭയങ്കര സ്പെഷ്യലാണ് ആ ഒരു സമയം. കാരണം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തി വേറൊരു കാര്യം ചെയ്താലും എനിക്ക് ലഭിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സന്ധ്യാവിളക്കും സന്ധ്യാവന്ദനവും ഒരിക്കലും മുടക്കാറുമില്ല. അതൊരിക്കലും ഞാൻ മുടക്കാറില്ല, മുടക്കിയിട്ടുമില്ല കേട്ടോ. ആ സമയത്ത് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് മറ്റൊരു കാര്യങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നെപ്പോലെ ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ രാമായണമാണ് ഞാൻ കൂടുതലായിട്ടും വായിക്കുന്നത് കേട്ടോ. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി രാമായണം വായിക്കും. ഒരുപാടുണ്ട് വായിക്കാൻ. എൻ്റെ അയോധ്യാകാന്ഡം ഏകദേശം തീർത്തിട്ടുണ്ട് ഞാൻ. 2 കാണ്ഡങ്ങളിൽ തീർത്തിട്ടുള്ളൂ. ഞാനും അച്ഛനും കൂടിയാണ് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അച്ഛന് ശരിക്കും ഇപ്പോൾ കണ്ണ് ശരിക്കും കാണാത്ത ഒരു പ്രശ്നം കൊണ്ട് അച്ഛനൊരു ബുദ്ധിമുട്ടുണ്ട്. രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അതിൻ്റെ സൗണ്ടായിരുന്നു കൂടുതൽ. അല്ലാതെ ഞാൻ ഓഡിയോ കൊടുക്കണം എന്ന് വിചാരിച്ചതാണ്. ഇത് പിന്നെ എൻ്റെ കണ്ണനാണ് കേട്ടോ. ലൈവിലൊക്കെ വരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഏറ്റവും ഇഷ്ട ദേവൻ ഏതാണെന്ന്. എൻ്റെ കൃഷ്ണൻ തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരുക്കി ഭംഗിയിൽ നിർത്താറുണ്ട് കണ്ണനെ. പിന്നെ കൂടുതലും കണ്ണൻ്റെ വിഗ്രഹങ്ങൾ തന്നെയാണ് വീട്ടിലുള്ളത്. കണ്ണനും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാണ് ഒരുപാട് പൂജ റൂമായിട്ട് സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഷോക്കേസിലാണ് ദൈവങ്ങളുടെ എല്ലാ ഫോട്ടോസും ഞാൻ വെച്ച് അതിനുള്ളിലാണ് ഞാൻ രാവിലെയും വൈകുന്നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എനിക്ക് രാവിലെയും വൈകുന്നേരം ആ വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. കണ്ണനെ ഞാനിങ്ങനെ പട്ടൊക്കെ ഉടുപ്പിച്ച് ഒരുക്കി നിർത്തിയിട്ടോ. രാമായണമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ നല്ല ചൂട് കാപ്പിയും നല്ല അച്ചപ്പവും കൊണ്ട് തന്നു. കാരണം കുറേ നേരം നല്ല തണുപ്പല്ലേ, നമ്മൾ രാമായണമൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും തൊണ്ടയ്ക്കൊക്കെ നല്ല വേദന വരുന്നുണ്ട്. തണുപ്പടിച്ച് കോലായിലിരുന്ന് വായിക്കുകയല്ലേ. അപ്പോൾ അമ്മ നല്ല ചൂടോടെ കാപ്പിയും അച്ചപ്പമൊക്കെ കൊണ്ട് തന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അച്ഛനുണ്ടായിരുന്നില്ല. അച്ഛൻ ടൗണിൽ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അച്ഛനുണ്ടായിരുന്നില്ല. ഞാനും ഏട്ടന് ഓൾറെഡി ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് ഏട്ടൻ ചെറിയ രീതിക്ക് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കാലിൻ്റെ ഒരുപാട് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏട്ടനും ഉണ്ടായിരുന്നു. ഏട്ടൻ ക്യാമറയുടെ ഇടയിൽ കൂടെ എനിക്ക് അച്ചപ്പം തിരുന്നൊക്കെ എടുക്കുകയാണ് കേട്ടോ. അച്ചപ്പം നീ മേടിക്കും, ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം അതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സന്ധ്യാനേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര സ്പെഷ്യലാണ് ഈ ഒരു സമയം. കാരണം സന്ധ്യയ്ക്ക് നാമജപിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ചൂടോടെ ഒരു കാപ്പി കൂടി പതിവാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നല്ല തണുപ്പാണ്. ഇപ്പോൾ പിന്നെ പറയണ്ട, എനിക്ക് ഓഡിയോ കൊടുക്കുമ്പോഴടക്കം എനിക്ക് നല്ല ശരീരമൊക്കെ നല്ല വിറയ്ക്കുന്നുണ്ട്. അത്രയും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.